ഓക്കെ, സോ ഹായ് എവരിവൺ, വെൽക്കം ടു EZB അക്കാഡമി. EZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിൽ പലരും ഈ പറയുന്ന നടക്കാൻ വേണ്ടി പോകുന്ന CP എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് വളരെ ഹൃദയമായിട്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നവരായിരിക്കും. നിങ്ങൾ റിവിഷനൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഈ പറയുന്ന ഡൗട്ടാണ്, ഈ പറയുന്ന പരീക്ഷയ്ക്ക് CP പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും തയ്യാറെടുക്കണോ, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം പരീക്ഷകൾ, എൻ്റെ കൂടെ കോമ്പറ്റീഷനിൽ എത്രത്തോളം പേരുണ്ട്, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്കൊന്നും ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ പറയുന്ന നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന പോലീസ് എക്സാമിനേഷൻസിന് ഈ പറയുന്ന വിവിധ ടെസ്റ്റുകളിലായിട്ട് എത്രത്തോളം പേര് എന്ത് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ 563/2025 പറയുന്ന കാറ്റഗറി നമ്പറിലായിട്ട് എത്രത്തോളം പേര് പരീക്ഷ എഴുതുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനെ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നത് പോലെ തന്നെ ഓക്കെ, തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഏകദേശം എത്രയാണ്, 14,411 പേരാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ ഏകദേശം 10,233 പേരുണ്ട്. ഇടുക്കി നോക്കുകയാണെങ്കിൽ 684 പേര് എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എറണാകുളത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 9,912 പേര്, അതേപോലെ തന്നെ 9,912 പേര്. തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഏകദേശം 9,463 പേര്. മലപ്പുറം ഏകദേശം 13,330 പേര്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 9,199 പേരെ. ആകെ നോക്കുകയാണെങ്കിൽ 74,232 പേരാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ പറയുന്ന രീതിയിൽ എത്രയാണ് 94,464 പേര് എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ ഫാരിയർ, അതേപോലെ മൗണ്ട് പോലീസിലേക്ക് നോക്കുകയാണെങ്കിൽ 920 പേര്. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ്, ബ്ലോഗർ, ഡ്രമ്മർ, ഈ ഡ്രമ്മർ ഒക്കെ ഉണ്ടല്ലോ പോലീസിൽ, അപ്പൊ അതിലേക്ക് ഏകദേശം 692 പേര് എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന വിവിധ അവസ്ഥകൾ, ഈ പറഞ്ഞ പോലീസിന്റെ തന്നെ വിവിധ ബ്രാഞ്ചസിലേക്ക് മറ്റുമായിട്ട് നടക്കുന്ന പരീക്ഷകളിലായിട്ട് ഇഷ്ടം പോലെ പേരാണ് ഈ കൺഫർമേഷൻ മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആകെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു 1,80,844 പേരാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗത്തെ സംബന്ധിച്ചത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായ ടൈം പീരീഡ് ആണ്. കാരണം ഈ പറയുന്ന ഇനി വരുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ പറയുന്ന ഏജ് കൂട്ടി വരുന്ന സമയം കൂടിയാണ്. അതായത് ഈ പറയുന്ന പോലീസ് സേനകളിലേക്ക് എന്താണ് ഈ പറയുന്ന പ്രായപരിധി കൂട്ടിയ സമയം കൂടിയാണ് അല്ലെ. അപ്പൊ ഇനി എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ, കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ആണ് അല്ലെ. മറ്റു മുൻ വർഷങ്ങളെ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആളുകൾ എന്താണ് എഴുതാനുള്ള എണ്ണം എന്താണ് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചുകൂടെ കുറഞ്ഞു നിൽക്കുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനിയും ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എഴുതണോ, ഇനി ഈ പറഞ്ഞ റിവിഷൻ ചെയ്ത് പഠിക്കണോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അടുത്ത വർഷം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞ രീതിയിൽ ഇനി വരുന്ന വർഷങ്ങൾ എന്തായിരിക്കും ഈ പറയുന്ന രീതിയിൽ റിലാക്സേഷൻ ആയി കിട്ടിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇച്ചിരിയും കൂടെ കൺവീനിയന്റ് ആയിട്ട് ഇച്ചിരിയും കൂടെ എന്താണ് പേടിയൊക്കെ ഇല്ലാതെ തന്നെ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇപ്പൊ നിങ്ങൾ കോമ്പറ്റ് ചെയ്യേണ്ടത് വളരെ കുറച്ച് ആളുകൾ കൂടി തന്നെയാണ്. മുൻ വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആളുകൾ കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കോമ്പറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അത്ര എഫോർട്ട് ഇട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ പറഞ്ഞ ദിവസങ്ങൾ മാത്രം ഞങ്ങളുടെ മുന്നിലുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് വെച്ച് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഒരുപാട് അവസരം മുന്നിലുണ്ട്. പ്രധാനമായിട്ട് ഈ പറയുന്ന ലൈസൻസ് ഒക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ഹെവിയുടെ, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ 2 വീലർ 4 വീലർ ലൈസൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കേരള പോലീസിലേക്ക് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആ ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്യാം, പഠനം ഇപ്പോഴേ തുടങ്ങാവുന്നതാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ CP പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പുസ്തകം അടക്കി വെക്കണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം അതേപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഈ പറയുന്ന 12th പാസ്സായിട്ടുള്ളവരെ, ഈ പറയുന്ന രീതിയിൽ ഒരു മോട്ടോർ വെഹിക്കിൾ എന്താണ് ലൈസൻസ് ഒക്കെ ഉള്ളവർ, പ്രധാനമായിട്ട് ഈ പറയുന്ന ഹെവിയുടെയും അതേപോലെ തന്നെ 2 വീലർ 4 വീലർ ബാഡ്ജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായും ഒരു തസ്തികയിലേക്ക് അപേക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പഠനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ പരീക്ഷയ്ക്ക് CPOയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക, പഠിക്കുക അല്ലെ. ഒരു യൂണിഫോം ജോലിയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പഠനം തുടങ്ങുക തന്നെ വേണം. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെയായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തകൃതിയായിട്ട് ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ,
അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്തൊന്ന് റിവിഷൻ നല്ലപോലെ റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് ഇച്ചിരി കുറച്ചും കൂടെ എന്താണ് സ്ട്രെസ് ചെയ്ത് വെച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന് ഈ പറഞ്ഞ PYQs മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് പഠിക്കാൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സെറ്റ് ആണല്ലോ. ഈ പറയും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഡീമോട്ടിവേറ്റഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് എന്ത് ചെയ്യുന്നു പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് താഴെ ഒന്ന് ഈ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതി കിട്ടുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു ഓൾ, ബൈ.